Good morning all. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമ്മള് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആണ് അല്ലെ കൺസിഡർ അല്ലെ? പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ, അതില് 3 പീസസ് ആണ് വരുന്നത് അല്ലെ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ് ആൻഡ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അപ്പൊ ഫസ്റ്റത്തെ പ്രീ നെഗോഷിയേഷൻ ഫേസ് മിസ് പറഞ്ഞല്ലോ. എന്താണ് ആ ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മെറ്റീരിയൽ പ്രീ നെഗോഷിയേഷൻ ഫേസിൽ 5 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ വരുന്നത് എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെ, ഒരു അറിവുണ്ടായിരിക്കണം. കൂടാതെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമുക്ക് നമുക്ക് പല സപ്ലയേഴ്സിനും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? പർച്ചേസ് എൻക്വയറി കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് പലരും ബയ്യർക്ക് പലരും എന്ത് കൊടുത്തിട്ടുണ്ടാവും? ടെൻഡേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടെൻഡേഴ്സ് എന്ത് ചെയ്യണം? നമ്മ വിലയിരുത്തണം അല്ലെ, അനലൈസിസ് ചെയ്യണം. എന്താണ്, ആരാണ് ക്വാളിറ്റി കൂടുതലുള്ള പ്രോഡക്റ്റ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് കോസ്റ്റ് കുറവ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ആരാണ് ലീഡ് ടൈം കുറവ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ടെൻഡേഴ്സ് വിലയിരുത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഡിഫൈൻഡ് അല്ലെ. എന്താണ്? ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര വരെ പോകാം അല്ലെ, ആ ഒരു പ്രോഡക്റ്റിന് നമുക്ക് മാക്സിമം എത്ര കോസ്റ്റ് കൊടുക്കാം അല്ലെ, അതിന് എന്താണ് എത്ര ലീഡ് ടൈം നമുക്ക് അനുവദിച്ചു കൊടുക്കാം, നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെ, എങ്ങനെ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പ്രിലിമിനറി ടാക്ടിക്സ് അല്ലെ, നമ്മൾ ഒരുപാട് തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വികസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ടാക്ടിക്സ്, തന്ത്രം എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് വെക്കാം, നിശ്ചയിച്ചു വെക്കാം. ഓക്കെ ആണോ? അത് മിസ് എടുത്തത് തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് മീറ്റിംഗ് ഫേസ് അല്ലെ. വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ വൺ മീറ്റിംഗ്. നമ്മുടെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ മീറ്റിംഗ് ആരെയാണ്? ബയ്യറും സെല്ലറും തമ്മിൽ ഒരു ചർച്ച നടത്താണ് അല്ലെ, ഡിസ്കഷൻ നടത്താണ്, നെഗോഷിയേഷൻ നടത്താണ് അല്ലെ. അപ്പൊ ആ ഒരു മീറ്റിംഗ് എന്താണ്? ഒരു മീറ്റിംഗിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, മീറ്റിംഗ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. നമ്മ മീറ്റിംഗിനെ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് themselves ആൻഡ് ഇൻഫർമേഷൻ അനലൈസ്ഡ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൊരു ബയ്യറുമായിട്ട് അല്ലെങ്കിൽ നമ്മൊരു സപ്ലയേഴ്സുമായിട്ട് ഒരു പർച്ചേസിങ് നടത്താൻ പോകുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് അവരുടെ അടുത്ത് എനിക്ക് ഇന്ന പ്രോഡക്റ്റ് വേണം, ഇന്നത് തരാനാണോ നമ്മ പറയുന്നത്? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ, ആണോ? ചർച്ച നടത്തുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടാറുണ്ടോ? പരിചയപ്പെടില്ലേ? പരിചയപ്പെടും അല്ലെ. അപ്പൊ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് നമ്മുടെ സപ്ലയേഴ്സ് എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് അല്ലെ, ബയ്യർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായി വരുന്നത് അല്ലെ, പിന്നെ എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു ഇൻഫർമേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യും അല്ലെ. ചിലപ്പോ മുമ്പ് അവരുമായിട്ട് പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുന്നു. ഓക്കെ ആണോ? 2 കൂട്ടരും പരസ്പരം പരിചയപ്പെടുകയും വിവരങ്ങൾ അല്ലെ, ആ ഒരു പർച്ചേസ് ഓർഡറും പർച്ചേസ് എൻക്വയറിയും പിന്നെ എന്താണ്, പിന്നെ അവരുടെ ആ ഒരു ടെൻഡേഴ്സ് ഒക്കെ ഒന്നും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മീറ്റിംഗിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് ഡിസ്കഷൻ മീറ്റിംഗ് അല്ലെ.
ഇഷ്യൂസ് ഡിസ്കസ്ഡ്. എന്താണ് അവര് ഡിസ്കഷൻ ചെയ്യാണ് അല്ലെ, ആ ഒരു പർച്ചേസിങ് അവർക്ക് എത്ര പ്രോഡക്റ്റിന് എത്ര കോസ്റ്റിന് കൊടുക്കാൻ പറ്റും അല്ലെ, എത്ര ലീഡ് ടൈമിൽ കൊടുക്കാൻ പറ്റും, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവർ അവരുടെ ഡിസ്കഷൻ മീറ്റിംഗിലെ ചർച്ച നടത്തുകയും അവരെന്താണ് ഇഷ്യൂസ് ഡിസ്കസ്ഡ് അല്ലെ, അവര് ആ പ്രശ്നങ്ങള് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, അപ്പൊ അവരങ്ങനെ കൂടിയാലോചനയൊക്കെ നടത്തി അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ലാസ്റ്റ് അവർ എന്തിൽ എത്തിച്ചേരാണ്, പർച്ചേസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാണ് അല്ലെ, ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, അവർ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യണ്ടേ, ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നു. അവര് ഡിസ്കഷൻ നടത്തി ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നു. അവരിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് സൈൻ ചെയ്യണം അല്ലെ, കരാറിൽ ഒപ്പിടണ്ടേ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ട് അല്ലെ, പ്രൈസ്, ലീഡ് ടൈം, ക്വാണ്ടിറ്റി. ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ കരാർ മീറ്റിംഗ് അല്ലെ, അപ്പൊ എന്താണ്, എഗ്രിമെന്റ് റീച്ച്ഡ് അറ്റ് and the contract is signed by the both party അല്ലെ, അവര് തമ്മിൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്നു. കൂടാതെ രണ്ട് പാർട്ടീസും രണ്ട് കൂട്ടരും എന്താണ് കോൺട്രാക്റ്റില് സൈൻ ചെയ്യുകയും ചെയ്യുന്നു, കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഫസ്റ്റ് വരുന്നത് പ്രീ നെഗോഷിയേഷൻ ഫേസ്, അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഫേസ്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അല്ലെ. അപ്പൊ അവരെന്താണ് കരാറിൽ ഒപ്പിട്ടു അല്ലെ, അഗ്രീഡ് ഈസ് ക്യാരിയഡ് ഔട്ട് അല്ലെ. അപ്പൊ എന്താണ്, അവര് കരാറ് നടപ്പിലാക്കുന്നു, എഗ്രിമെന്റിൽ രണ്ടു കൂട്ടരും സൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ് ആണ്. അതിലെന്താണ്, എഗ്രിമെന്റ് ഈസ് ക്യാരിയഡ് ഔട്ട് അല്ലെ, നമ്മുടെ കരാറ് നടപ്പിലാക്കുന്നു. കരാറ് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സപ്ലയേഴ്സ് എന്ത് ചെയ്യും, സാധനങ്ങൾ നമ്മുടെ ബയേഴ്സിന് എത്തിച്ചു കൊടുക്കും അല്ലെ, ആണോ? എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ബയേഴ്സ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, പേയ്മെന്റ് നടത്തണം, അവർക്ക് വന്ന സാധനങ്ങൾ അവർ ഇൻസ്പെക്ഷൻ നടത്തണം അല്ലെ, ആണോ? നമ്മ മീഷോയില് എന്തെങ്കിലും പ്രോഡക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവര് ആ ഒരു നമ്മ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്, ആ പറഞ്ഞ കറക്റ്റ് ഡേറ്റിന് നമുക്ക് സാധനങ്ങൾ തരാം അല്ലെ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തരാം, ക്വാളിറ്റിയിലും തരാം അല്ലെ. അപ്പൊ നമ്മ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമ്മ കുറെ കാര്യങ്ങൾ ചെയ്യണില്ലേ, എന്ന് വെച്ചാല് എന്താണ്, നമ്മ ആ ഒരു പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, ചെക്ക് ചെയ്യുന്നുണ്ട്, എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലെ, ആണോ? പറയേ, റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ അതെന്തെങ്കിലും എക്യുപ്മെന്റ്, എന്തെങ്കിലും മെഷീനറീസോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മുടെ അതേപോലെ എന്താണ്, നമ്മുടെ ബയേഴ്സിന് കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. പ്രീ നെഗോസിയേഷൻ ഫേസിൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ, അഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് അല്ലെ, അഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. അപ്പൊ അതിൽ ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട്. ഫസ്റ്റ് അതിൽ എന്താണ്, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ അല്ലെ, നമ്മുടെ സപ്ലയേഴ്സ് നമ്മുടെ എന്താണ് പർച്ചേസ് ഓർഡർ നമുക്ക് എത്തിച്ചു തരുന്നു അല്ലെ, പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബയേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് അല്ലെ, ആ ഒരു സോഴ്സിന്റെ ഉറവിടത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട് അല്ലെ, ശരിയായ രീതിയിൽ ആ ഒരു നമ്മ കൊടുത്ത സപ്ലയേഴ്സ് തന്നെയാണോ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു തന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ അറ്റ് ദി സോഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ അല്ലെ, എന്താണ് മെറ്റീരിയൽ ഹോസ്പിറ്റൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന അല്ലെ. എന്താണ്, നമ്മ ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയതിനു ശേഷം നമ്മ ഓരോ ബണ്ടിലും അല്ലെങ്കിൽ ഓരോ പാക്കറ്റും പൊട്ടിച്ചു നോക്കാറില്ലേ, കറക്റ്റ് പ്രോഡക്റ്റ് ആണോ, കറക്റ്റ് ക്വാളിറ്റിയിലുണ്ടോ, കറക്റ്റ് ക്വാണ്ടിറ്റിയിലുണ്ടോ എന്ന് പരിശോധിക്കാറില്ലേ, ഡാമേജ് വല്ലതും പറ്റിയിട്ടുണ്ടോ അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മുടെ സപ്ലയേഴ്സ് എത്തിച്ച് നമ്മുടെ സ്റ്റോറിൽ എത്തിച്ചു തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധന നടത്തുന്നു. നെക്സ്റ്റ് പറയുന്നത്
സോറി കേട്ടോ, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോഴ്സ് എന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എത്തിച്ചത് ആ ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കുന്നു അല്ലെ, റിസീവ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് മിസ് പറഞ്ഞത് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്, നമ്മുടെ സ്റ്റോറില്, നമ്മുടെ ആ ഒരു സ്റ്റോർ റൂമില്, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു പ്രോഡക്റ്റുകൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് അല്ലെ, അതിന് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും അല്ലെ. അതെല്ലാം നമ്മ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്, ഡാമേജ് ഒന്നുമില്ല, കറക്റ്റ് ക്വാണ്ടിറ്റിയിലും കറക്റ്റ് ക്വാളിറ്റിയിലൊക്കെ സാധനം പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് എന്നുള്ള കാര്യങ്ങൾ അവര് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെ, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണ്ടേ, ഇന്ന പ്രോഡക്റ്റുകൾ ഇത്രയും നമ്പറിൽ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അല്ലെ, ഇത്ര ഡേറ്റിന് കൊണ്ടു തന്നിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യണ്ടേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാൻ, ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ. അപ്പൊ എന്താണ്, സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാളിംഗ് ഓർ സ്റ്റോറിംഗ് അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ AC ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ AC കൊണ്ടുവന്ന് വന്നിട്ട് നമ്മൾ ഒരു മൂലൊക്കെ വെക്കാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ അല്ല, നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ, അതിന്റെ മെഷീനറീസ് ഒക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റുകളൊക്കെ. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുകയോ, അതല്ല സാധാരണ നോർമൽ നമ്മുടെ ഫാർമസിയിലെ മെഡിസിനുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റുകളാണ്, ലിനൻസ് ആണെങ്കിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. പേയ്മെന്റ് അല്ലേ, നമ്മൾ വാങ്ങിച്ച ആ ഒരു സപ്ലയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയർ അല്ലേ, പർച്ചേസിംഗ് നടപടിക്രമങ്ങള് എന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ അല്ലെ, പർച്ചേസിംഗിനുള്ള ആ ഒരു റിക്വസിഷൻ കൊടുക്കാണ്. റിസീവ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്, നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ പർച്ചേസ് റിക്വസിഷൻ സ്വീകരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡയറ്ററിയില് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റേഴ്സിലെ എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമായി വന്നിട്ടുണ്ട്, അപ്പൊ ആരാ കൊടുക്കുന്നത്, ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ പർച്ചേസ് റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നു. ഓക്കെ ആണോ? അതില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ് അല്ലെ. എന്തൊക്കെയുണ്ട് അതില്? ആ ഒരു മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, എത്ര അളവിൽ വേണം, ആ ഒരു മെറ്റീരിയലില് ഏത് തരത്തിലുള്ള, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതാണ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉള്ളതാണ്, പിന്നെന്താണ് ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ് അല്ലെ. ആ ഒരു ഐറ്റം നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റില് എന്ന് കിട്ടണം അല്ലെ, എന്നാണ് അവർക്ക് അത് ആവശ്യമായി വരുന്നത് എന്നുള്ള കാര്യങ്ങള് നമ്മുടെ പർച്ചേസ് റിക്വസിഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പർച്ചേസ് എൻക്വയറി അല്ലെ. ആ പേരിൽ തന്നെയുണ്ട്, പർച്ചേസ് എൻക്വയറി നടത്താണ്. ആരാണ് പർച്ചേസ് എൻക്വയറി നടത്തുന്നത്? ആരോടാണ് നടത്തുന്നത്? നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സെല്ലറിന്റെ അടുത്താണ് അല്ലെ, സപ്ലയേഴ്സിന്റെ അടുത്താണ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഇന്ന പ്രോഡക്റ്റിന് സപ്ലയറിന്റെ അടുത്ത് ഇന്ന പ്രോഡക്റ്റിന് ഇന്ന ഡേറ്റിന് ഇന്ന കോസ്റ്റിന് സാധനങ്ങൾ നൽകാൻ സാധിക്കും അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ എന്താണ് പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദി സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയറിന് നൽകുന്നു. ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? എന്നാണ് അവർക്ക് കിട്ടേണ്ടത്, ഡെലിവറി ഡേറ്റ് എന്നാണ്, ക്വാണ്ടിറ്റി എത്ര വേണം, അതിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള്, മോഡലോ ഫീച്ചേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പർച്ചേസ് എൻക്വയറിയിൽ
നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കൊട്ടേഷൻസ് അല്ലെ. ഫ്രം സപ്ലയർ ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി എക്സെട്ര. നമ്മുടെ നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് കൊട്ടേഷൻസ് ആണ് അല്ലെ. നമ്മുടെ സപ്ലയർ ആർക്കാണ് നൽകുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് നൽകുന്നു അല്ലെ. ആ ഒരു സപ്ലയറിന് ആ ഒരു പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് എത്ര പ്രൈസിന് കൊടുക്കാൻ സാധിക്കും, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ സാധിക്കും, എത്ര ലീഡ് ടൈമിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സപ്ലയേഴ്സ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊട്ടേഷൻസ് അയക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് അല്ലെ. എന്താണ്? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പല സപ്ലയേഴ്സിൽ നിന്നും കൊട്ടേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരാൾക്ക് മാത്രമാണ് ഇപ്പൊ നമ്മ എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ നമ്മ ഒരു മീഷോയില് മാത്രമാണോ നോക്കുന്നത്? മീഷോയില് നോക്കും, ആമസോണിൽ നോക്കും, ഫ്ലിപ്കാർട്ടിൽ നോക്കും അല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ പലരിടത്തും നമ്മുടെ പർച്ചേസ് റിക്വസിഷൻ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പല സപ്ലയേഴ്സും ഇവർക്ക് കൊട്ടേഷൻസ് അയക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കൊട്ടേഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്ത് നോക്കുന്നു അല്ലെ, താരതമ്യം ചെയ്ത് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഓർഡർ. നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ അല്ലെ. നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ. എന്താണ്? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ. പർച്ചേസ് ഓർഡർ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മുടെ ഇൻവോയ്സ് ആരാണ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് റിക്വസിഷൻ ആരാണ് നൽകുന്നത്, പർച്ചേസ് എൻക്വയറി ആരാണ് നൽകുന്നത്, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. നെക്സ്റ്റ് പറയുന്നത് the purchase order is a document created by the buyer. Purchase order ആരാണ് തയ്യാറാക്കുന്നത്, ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബയ്യർ ആണ് അല്ലെ, വാങ്ങുന്ന ആളാണ് അല്ലെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ആണോ? നെക്സ്റ്റ് എന്താണ്? and serves the purpose of ordering goods from the suppliers അല്ലെ. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ ഒരു പർച്ചേസ് ഓർഡർ സമർപ്പിക്കുന്നത് നമ്മുടെ സപ്ലയേഴ്സിന്? വിതരണക്കാരിൽ നിന്ന് അല്ലെ, സപ്ലയേഴ്സിൽ നിന്ന്, വെൻഡേഴ്സിൽ നിന്ന് അല്ലെ എന്താണ്? സാധനങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെ. അവർക്ക് ആ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ ബയ്യർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. ഓക്കെ ആണോ? നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് എന്താണ്? സാധനങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെ, അവരോട് നിന്ന് നമുക്ക് വാങ്ങുക, പർച്ചേസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ബയ്യർ, വാങ്ങുന്ന ആള് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പർച്ചേസ് ഓർഡർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് every purchase order should contain the correct date, name and address of the hospital and supply, descriptions of goods, price of the items, order number, terms and conditions. അതായത് ക്യാഷ് ആണോ, ക്രെഡിറ്റ് പർച്ചേസ് ആണോ, മോഡ് ഓഫ് പേയ്മെന്റ് അല്ലെ, ക്യാഷ് ആണോ, ചെക്ക് ആണോ, ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെ. നമ്മുടെ എല്ലാ പർച്ചേസ് ഓർഡറിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ആ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് എന്നാണ്, പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ആ ഒരു ബയ്യറിന്റെ നെയിം, അഡ്രസ് അല്ലെ, കൂടാതെ സപ്ലൈസ് അവർക്ക് എത്ര എണ്ണം സപ്ലൈ ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ് അല്ലെ, ആ ഒരു ഗുഡ്സിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മോഡൽ നമ്പർ, അത് എന്തിനു യൂസ് ചെയ്യുന്നതാണ് അല്ലെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു
ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ആ ഒരു ഐറ്റംസിന് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് എത്ര രൂപ വരും, ഓർഡർ നമ്പർ എത്രയാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, അവർ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടാണോ അല്ലെ വാങ്ങുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ പേയ്മെന്റ് നടത്തുന്നത്, കൂടാതെ എന്താണ് ആ ഒരു ഓതറൈസ്ഡ് പേഴ്സന്റെ സിഗ്നേച്ചർ കൂടി ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻവോയ്സ് ഓർ ബിൽസ്. അപ്പൊ ഇൻവോയ്സ് ആരാണ്, ബില്ല് ആരാ തരുന്നത്, ബയ്യർ ആണോ, വാങ്ങുന്ന ആളാണോ ബില്ല് കൊടുക്കുന്നത്? അല്ല, ആരാ തരുന്നത് ബില്ല്, ആരാ ബില്ല് തരുന്നത്? കച്ചവടക്കാരൻ, സപ്ലയേഴ്സ് അല്ലെ, സപ്ലയേഴ്സ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇൻവോയ്സ്, ദ ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദി സപ്ലയർ. ഇൻവോയ്സ് നിർമ്മിക്കുന്നത്, തയ്യാറാക്കുന്നത് നമ്മുടെ സപ്ലയേഴ്സ് ആണ്. ആൻഡ് ഷോസ് ഹൗ മച്ച് ദ ബയർ റിക്വയർസ് ടു പേ ഫോർ ഗുഡ്സ് ബോട്ട് ഫ്രം ദി സപ്ലയേഴ്സ് അല്ലെ. ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ ബയ്യർ വാങ്ങിയ ആ ഒരു സാധനത്തിന് അവര് എത്ര നൽകണം അല്ലെ, എത്ര രൂപ നൽകണം എന്ന് ഈ ഒരു ഇൻവോയ്സിൽ കാണിക്കുന്നു. അങ്ങനെയല്ലേ നമ്മ ബില്ല് വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ലേ കാണിക്കുന്നത്, നമ്മ ഒരു കടക്കാരന് എത്ര രൂപ കൊടുക്കണം അല്ലെ, എത്ര പേയ്മെന്റ് നടത്തണമെന്നല്ലേ ആ ഒരു ബില്ലിൽ കാണിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ഇൻവോയ്സിൽ നമ്മുടെ സപ്ലയേഴ്സിന് ബയേഴ്സ് എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ പേയ്മെന്റ് നടത്തണമെന്ന് കാണിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, എടുക്കാം. ഓക്കെ അല്ലെ. ഗിവൺ ബൈ ദി സപ്ലയർ ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വെൻ ദ ഐറ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ. എന്താണ് നമ്മുടെ ഈ ഒരു ഇൻവോയ്സ് എപ്പോഴാണ് കൊടുക്കുന്നത്? Given by the suppliers to the purchase department when the item is distributed അല്ലെ. നമ്മുടെ ബയ്യറിന് ആ ഒരു ഐറ്റം കൊടുക്കുന്ന, ഡെലിവറി ചെയ്യുന്ന സമയത്തല്ലേ ആ ഒരു ബില്ല് നൽകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻവോയ്സ് നൽകുന്നത്. ആ ഒരു സാധനം കൊടുക്കുന്നതിന് മുമ്പ് ഇൻവോയ്സ് അയച്ചു കൊടുക്കോ? ബില്ല് നമുക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്, നമ്മ ആ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലെ നമുക്ക് ബില്ല് വരുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എപ്പോഴാണ് കൊടുക്കുന്നത്? സപ്ലയർ ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വെൻ ദ ഐറ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആ ഒരു ഐറ്റം വിതരണം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സപ്ലയേഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു ബില്ല് അല്ലെങ്കിൽ ആ ഒരു ഇൻവോയ്സ് നൽകുന്നത്. ദ ബിൽസ് ആർ ക്രിയേറ്റഡ് ബൈ ദി ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു ബില്ല് ആരാണ് സെറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് നടത്തുന്നത്? നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റോ ആയിരിക്കും ആ ഒരു ബില്ല് പേയ്മെന്റ് നടത്തുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മ പർച്ചേസിങ് പ്രോസസ് എന്നും പറഞ്ഞിട്ടാണ് അല്ലെ ഇപ്പൊ പറഞ്ഞത്. പർച്ചേസിങ് പ്രൊസീജിയേഴ്സ് എന്നും പഠിച്ചു അല്ലെ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അല്ലെ. പർച്ചേസ് റിക്വസിഷൻ പഠിച്ചു, പർച്ചേസ് ഓർഡർ പഠിച്ചു, പർച്ചേസ് എൻക്വയറി പഠിച്ചു, ഇൻവോയ്സ് അല്ലെ. ഇനി ഈ ഒരു എൻറ്റിയർ പർച്ചേസിങ് പ്രൊസീജിയർ, ഈ മുഴുവൻ പർച്ചേസിങ് പ്രൊസീജിയേഴ്സും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പ്രീ പർച്ചേസ് സിസ്റ്റം. എന്താണ്? പർച്ചേസിന് മുമ്പുള്ള ആ ഒരു സിസ്റ്റം. അതിൽ എന്തൊക്കെയാണ്? പർച്ചേസ് റിക്വസിഷൻ ആയിട്ട് നമുക്കൊരു പർച്ചേസിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞ ഭാഗത്ത് പർച്ചേസിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? ആലോചിച്ച് ഇതില് നോക്കണ്ട, അല്ലാണ്ട് ഒന്ന് പറഞ്ഞേ, ആവണി ഒന്ന് പറഞ്ഞേ. പർച്ചേസിങ്ങിന് മുമ്പ് നടക്കുന്ന ആ ഒരു പർച്ചേസ് ഓർഡറിന് മുമ്പ് കേട്ടോ. എൻക്വയറി നടത്തും അല്ലെ. എൻക്വയറിക്ക് മുമ്പുണ്ടല്ലോ, ദേവിക ആവണി, എൻക്വയറിക്ക് മുമ്പുണ്ടല്ലോ. ശരണ്യ കമന്റ് ചെയ്തേ, പറഞ്ഞേ. എൻക്വയറിക്ക് മുമ്പുണ്ട്, റിക്വസിഷൻ ഉണ്ടോ? ആദ്യം റിക്വസിഷന്റെ ബേസിസിലല്ലേ ഇവർ എൻക്വയറി നടത്തുന്നത് അല്ലെ.
യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് റിക്വസിഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ എൻക്വയറി നടത്തുന്നത്. അപ്പൊ ആദ്യം എന്താണ് പർച്ചേസ് റിക്വസിഷൻ അല്ലേ. രണ്ടാമത്തത് പർച്ചേസ് എൻക്വയറി. അതിനുശേഷം എന്താണ് എൻക്വയറി നടത്തി കഴിയുമ്പോൾ പലരും കൊട്ടേഷൻസ് അയക്കും അല്ലെ. അപ്പൊ റിസീവിങ് ദ കൊട്ടേഷൻസ് അല്ലെ. എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പല കൊട്ടേഷൻസും പല സപ്ലയേഴ്സിൽ നിന്നുള്ള കൊട്ടേഷൻസ് സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ താരതമ്യം ചെയ്യുന്നുണ്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും അല്ലെ. പല സപ്ലയേഴ്സിൽ നിന്നും കിട്ടിയ ആ ഒരു കൊട്ടേഷൻസ് അവരെന്ത് ചെയ്യുന്നുണ്ട് താരതമ്യം ചെയ്ത് നോക്കുന്നു അല്ലെ. എല്ലാവരും കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇതാണ് ഈ 4 സ്റ്റെപ്പുകളാണ് നമ്മുടെ പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ഓക്കെ ആണോ. നെക്സ്റ്റ് പറയുന്നത് ഓർഡറിംഗ് സിസ്റ്റം അല്ലെ. ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്താണ് ഇവര് താരതമ്യം ചെയ്ത് നോക്കി. അപ്പൊ അവർ അതിൽ നിന്ന് ഒരു 3 സപ്ലയേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് നമുക്ക് പർച്ചേസ് നടത്താം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അവരെന്തുണ്ട് പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു. നെക്സ്റ്റ് എന്താണ് അത് ഫോളോ അപ്പ് ചെയ്യാണ് അല്ലെ. പർച്ചേസ് ഓർഡർ ആ ഒരു സപ്ലയേഴ്സിന് സമർപ്പിക്കുന്നു. അതിനുള്ള ഫോളോ അപ്പുകൾ ചെയ്യുന്നു. ഓക്കെ ആണോ. പർച്ചേസ് ഓർഡർ ഒക്കെ സമർപ്പിച്ചതിന് ശേഷം അവരുമായിട്ടൊരു നെഗോഷിയേഷൻ നടത്തും. ഒരു മീറ്റിംഗ് കൂടി അവരുമായിട്ട് നെഗോഷിയേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ഒരാളാ ഏത് സപ്ലയേഴ്സിൽ നിന്ന് സാധനം വാങ്ങണമെന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. പിന്നെ അവരുമായിട്ട് ഫോളോ അപ്പുകൾ നടത്തുന്നു. ഓക്കെ ആണോ. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പർച്ചേസിംഗിന് ശേഷമുള്ള ആ ഒരു സിസ്റ്റം അല്ലെ. എന്തൊക്കെയാണ് റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ അല്ലെ. നമ്മൾ ഫോളോ അപ്പ് ഒക്കെ നടത്തി അവര് നമുക്ക് സാധനം തന്നിട്ടുണ്ട് അല്ലെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് ആ മെറ്റീരിയൽ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണോ. റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് സ്വീകരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് സ്വീകരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും ഇൻസ്പെക്ഷൻ നടത്തല്ലേ. ഡാമേജ് ഉണ്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ. എന്തെങ്കിലും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തും. ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ഒരു പേയ്മെന്റ് നടത്തുന്നു അല്ലെ. ബിൽസുകള് പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ ആണോ. പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ബിൽസ്. നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പർച്ചേസസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മ വലിയ മൂലധനം കൊടുത്തിങ്ങോട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ. ഇപ്പൊ നമ്മൾ തന്നെ വീട് അല്ലെ ഹൗസ് കാറുകളൊക്കെ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് അല്ലെ. ആണോ. അത് നമ്മൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കോ മാസം മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കോ. ചിലപ്പോ ലൈഫിൽ ഒരു തവണയൊക്കെ ആയിരിക്കും അല്ലെ വാങ്ങുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് വലിയ വലിയ എക്യുപ്മെന്റുകള് മെഷീനറീസ് ഒക്കെ ആയിരിക്കും അല്ലെ. ബിൽഡിങ് അവിടുത്തെ വെഹിക്കിൾസ് അല്ലെ ആംബുലൻസ് അങ്ങനെയുള്ള വെഹിക്കിൾസ് ഒക്കെ അല്ലേ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാ. അപ്പൊ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസസ്. അപ്പൊ നോക്കിയേ മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. ഒരു നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും നിക്ഷേപം എങ്ങനെയായിരിക്കും. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഡക്റ്റുകളായിരിക്കും അല്ലെ. മെഷീനറീസിലൊക്കെ ആയിരിക്കും ആണോ. നമ്മുടെ ബിൽഡിങ് വെഹിക്കിൾസ് വലിയ വലിയ മെഷീനറീസ് അല്ലെ. അപ്പൊ എന്താണ് മേജർ ആയിട്ടുള്ള നിക്ഷേപം വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുന്നത് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റുകളിലായിരിക്കും. നെക്സ്റ്റ് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് അല്ലെ. എന്താണ് ആവർത്തിക്കാത്ത പർച്ചേസിംഗ് ആണ് അല്ലെ. അല്ലെ ആവർത്തിക്കാത്ത പർച്ചേസ് ആണ്. നെക്സ്റ്റ് ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ എന്തിന്റെ ബേസിസിലാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ബേസിസിലല്ലേ നടക്കുന്നത്.
ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അല്ലെ. നമുക്ക് എക്യുപ്മെന്റുകൾ ഇല്ലാണ്ട്, മെഷീനറീസ് ഇല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് മേജർ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ മേജർ പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ് ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുകളിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് in case of financial or accounting terms capital equipment is called fixed asset അല്ലെ. നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഒരു ടേംസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം അല്ലെ. സ്ഥിര ആസ്തികൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് റിപ്പീറ്റേറ്റീവ് ചെയ്യാത്ത എന്താണ് ചെലവാണ് അല്ലെ, എക്സ്പെൻസ് ആണ്. കൂടാതെ എന്താണ് മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഒരു ടേംസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എക്യുപ്മെന്റുകളെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം. ഓക്കെ ആണോ? സ്ഥിര ആസ്തികൾ എന്ന് പറയാം. അത് അടയാളപ്പെടുത്താട്ടോ, അത് അടയാളപ്പെടുത്തേ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകളെ കൈകാര്യം ചെയ്യുന്നത്, മാനേജ്മെന്റ് ചെയ്യുന്നത് 5 സ്റ്റെപ്പുകളിലൂടെ അല്ലെങ്കിൽ 5 പോയിന്റ്സിലൂടെയാണ്. ഫസ്റ്റ് പറയുന്നത് പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ എക്യുപ്മെന്റ് വാങ്ങുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യണം അല്ലെ. നമ്മൾ വീട്ടിലെ കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ്, ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ടോ? അതിനാവശ്യമായ ഫണ്ട് നമുക്കിടെ കയ്യിലുണ്ടോ അല്ലെ? ഫണ്ട് നമുക്കുണ്ടോ അല്ലെ? അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ആണോ? നമുക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്രദമാണോ അല്ലെ? ഉപകാരപ്രദമാണോ എന്നൊക്കെ നോക്കാറില്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത്? എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് പ്ലാനിങ് നടത്താം അല്ലെ, ആസൂത്രണം നടത്താം. നെക്സ്റ്റ് രണ്ടാം പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും അല്ലെ. പർച്ചേസ് ചെയ്യുക. രണ്ടാമത്തെ വരുന്നത് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. മൂന്നാമത്തത് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? മെയിന്റനൻസ് ഒക്കെ നടത്തണം അല്ലെ. ചിലപ്പോ അതിൽ ഓയിൽ കൊടുക്കണം, ചിലപ്പോ സർവീസ് ചെയ്യണം, ചിലപ്പോ അതിൽ എന്തെങ്കിലും പാർട്സുകൾ എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് അല്ലെ. അത് ഉപയോഗിക്കുക, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ വീട്ടില് വാങ്ങിക്കുന്നത് പറയാറുണ്ട്, അത് ഒരുപാട് ഓവർലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. ഉപയോഗിക്കാതിരിക്കാനും പാടില്ല അല്ലെ. ഇപ്പൊ ഒരു മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരുപാട് ലോഡ് കൊടുത്ത് നമ്മൾ അത് പ്രവർത്തിക്കാൻ പാടുണ്ടോ? ഒരു ദിവസം 5, 6, 7 തവണ നമ്മൾ അത് ഉപയോഗിക്കോ? 5, 6, 7 തവണയൊക്കെ യൂസ് ചെയ്യോ? നമ്മൾ പറയാം അതിന്റെ മോട്ടോർ കത്തിപ്പോന്ന് പറയില്ലേ. അതിനൊരു പരിമിതി ഉണ്ട് അല്ലെ. മാക്സിമം ഉപയോഗിക്കാന്നുള്ളൂ അല്ലെ. ഒരുപാട് ഓവർലോഡ് ആകാനും പാടില്ല. ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ എന്ത് പറയും? അത് കേടുവന്നു പോകുന്നു പറയാറുണ്ട് അല്ലെ. അത് യൂസ് ചെയ്യാണ്ടിരുന്ന അത് കേടുവന്നു പോകും അല്ലെ. തുരുമ്പിടിച്ച് കേടുവന്നു പോകും. അപ്പൊ ആ ഒരു ശരിയായ രീതിയിൽ നമ്മുടെ എക്യുപ്മെന്റുകളെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് യൂട്ടിലൈസ് ഒക്കെ ചെയ്ത് അത് നമ്മൾ ഒരുപാട് നാളൊക്കെ യൂസ് ചെയ്ത് പിന്നെ അതിന്റെ ആ ഒരു ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞു, എക്സ്പയറി കഴിഞ്ഞു, ചിലപ്പോൾ അത് പ്രവർത്തനരഹിതമായൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കാർഡിങ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ അത് സ്ക്രാപ്പിലൊക്കെ കൊടുക്കുമല്ലോ, എക്സ്ചേഞ്ച് കൊടുക്കും അല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ. ആണോ? ആണ്. അപ്പൊ എന്താണ് ലാസ്റ്റ്? ഉപകരണങ്ങളുടെ നിരസിക്കൽ, ഡിസ്കാർഡിങ്, അതായത് സ്ക്രാപ്പിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കാർഡിങ് ഓഫ് മെഡിസിൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് ദ എക്യുപ്മെന്റ്. ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നതാണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ്. പ്ലാനിങ് ദി എക്യുപ്മെന്റില് ഫസ്റ്റ് പറയുന്നത് ടു ചൂസ് ദി ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഫെൽറ്റ് നീഡഡ് എന്ന് പറഞ്ഞ നിങ്ങളുടെ കയ്യിലുണ്ടോ?
അതൊന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല, എവിടെ നോക്കി കയറി വന്നേക്കുന്നതാണ്, അത് വെട്ടിക്കളഞ്ഞോളൂ. എന്താണ് ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ, അത് മാത്രം മതി. പല മാർഗങ്ങളിലൂടെ നമ്മ മികച്ചത് തിരഞ്ഞെടുക്കുന്നു അല്ലെ. നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, പലരിടത്തും എൻക്വയറി നടത്തുന്നുണ്ട് അല്ലെ, ട്രയൽ റൺസ് എടുത്ത് നോക്കുന്നുണ്ട് അല്ലെ. ട്രയൽ റൺ എടുത്ത് നോക്കിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല മാർഗങ്ങളിലൂടെ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുന്നു അല്ലെ. ആണോ? ഇപ്പൊ നമ്മ ഒരു കടയിൽ പോയിട്ട് നമ്മ പെട്ടെന്ന് അവിടുന്ന് ഒരു സാധനം വാങ്ങുമോ? വലിയ വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പോലെ നമ്മുടെ വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 42 TV ഒക്കെ നമ്മ ഒരു കടയിൽ പോയി ചോദിച്ചിട്ട് വാങ്ങുമോ? കാർ എടുക്കണമെങ്കിലൊക്കെ ഇല്ല, നമുക്ക് കുറെ കടയിലൊക്കെ പോയി അല്ലെ, അതിന്റെ പ്രവർത്തന ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അല്ലെ. അപ്പൊ എന്താണ്, പല മാർഗങ്ങളിലൂടെ മികച്ചത് തിരഞ്ഞെടുക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബി അല്ലെ, രണ്ടാമത്തെ പോയിന്റ് പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിങ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെ. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 9 സ്റ്റെപ്പുകളാണ്, 9 ഘട്ടങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് പറയുന്നത് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് അല്ലെ. എന്താണ്, ആവശ്യം മുൻകൂട്ടി കാണുക അല്ലെ. നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് അനുയോജ്യമാകുമോ അല്ലെ, നമുക്ക് അത് ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണ്ടേ. അത് നമുക്കൊരു ഉപകാരപ്രദമല്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഒരു പീഡിയാട്രിക് സെക്ഷൻ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലില് പീഡിയാട്രിക് മെഷീൻ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മ ആവശ്യം മുൻകൂട്ടി കാണുക അല്ലെ. നമുക്ക് അതൊരു ആവശ്യമുണ്ടോ, ആപ്റ്റാണോ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആപ്റ്റാണോ അല്ലെ, ഉചിതമാണോ എന്നുള്ള കാര്യം മുൻകൂട്ടി കാണുക. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെ. അപ്പൊ നമ്മ അത് ആവശ്യമൊക്കെ നോക്കി നമുക്ക് അത് ആവശ്യമാണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മ അത് വാങ്ങിക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പൊ വാങ്ങിക്കണമെങ്കിൽ ഫണ്ട് വേണ്ടേ, പൈസ വേണല്ലേ, വേണ്ടേ, വേണം. അപ്പൊ എന്താണ് സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പൊ എന്താണ്, ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. നമുക്ക് എങ്ങനെ ഇതിനുള്ള സോഴ്സ്, നമുക്ക് ലോൺ എടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ എന്താണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ സാധനങ്ങൾ, പുതിയ ആസ്തികൾ വാങ്ങാനായിട്ട് കമ്പനിക്ക് അനുവദിക്കുന്ന, കമ്പനിക്ക് ലഭ്യമായ തുകയെയാണ് നമ്മ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഓരോ വർഷം ഇത്രയും തുക, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ചെലവുകൾ വന്നാലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ് വാങ്ങണമെങ്കിലോ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റോ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് അല്ലെ, ലാഭത്തിൽ നിന്ന് എടുക്കണോ, അതല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, ഓരോ സ്പെസിഫിക് ആവശ്യത്തിനുള്ള ഫണ്ടുകൾ ഉണ്ടാവും. എക്യുപ്മെന്റ് വാങ്ങാനുണ്ടാവും, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബിൽഡിംഗ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട ഫണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള സ്പെസിഫിക് പർപ്പസ് ഫണ്ടിൽ നിന്നായിരിക്കും ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ അവര് കണ്ടെത്തുക. ഓക്കെ ആണോ? അപ്പൊ എന്താണ്, അതിനുള്ള ഫണ്ട് അവർ ആദ്യം നിശ്ചയിക്കണം, ഏത് ഫണ്ടിൽ നിന്ന് എങ്ങനെ അവർക്ക് ആ ഒരു ഫണ്ട് നിശ്ചയിക്കാൻ പറ്റും അല്ലെ, സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കാണാം. നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കേഴ്സ്, ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇത്രയും ആളുകൾ കൂടി തീരുമാനിച്ചിട്ടാണ് അവർ എന്തിലേക്ക് എത്തിച്ചേരുന്നത്, ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് കൂടിയ ആ ഒരു എക്യുപ്മെന്റ്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങണോ വേണ്ടയോ എന്ന ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ്? കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റുകളിൽ നിന്നുള്ള ആളുകള്, അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ എന്താണ് HOD അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്,
മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ അല്ലെ, നമുക്ക് ആ ഒരു ഫണ്ട് ഒക്കെ ഉണ്ടോ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫിനാൻസ് മാനേജർ. ബയോമെഡിക്കൽ എഞ്ചിനീയർ അല്ലെ, നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എൻവയോൺമെന്റൽ പ്രോബ്ലംസോ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇവരൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് അവർ തീരുമാനം എടുത്തു ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാമെന്ന ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എന്ത് വേണം? സപ്ലയർ ആണ് അല്ലെ, അത് വാങ്ങാനായിട്ട് വെഞ്ചർ വേണ്ടേ? കച്ചവടക്കാരൻ വേണം അല്ലെ. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലയേഴ്സ്. അഞ്ചാമത്തെ പറയുന്നത് ഇൻഫർമേഷൻ ജനറേഷൻ അല്ലെ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ് അല്ലെ. എന്താണ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പർച്ചേസിംഗുമായി ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺസിനെ വിവരം അറിയിക്കുന്നു അല്ലെ. ലഭിച്ച വിവരങ്ങളൊക്കെ നോക്കുകയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഫോൺ വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുള്ള ആളുകളൊക്കെ ഉണ്ടാകാറുണ്ടോ അത് ചൂസ് ചെയ്യാനായിട്ട് അല്ലേ? അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും അല്ലെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്? ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാണ് അല്ലെ. എന്താണ്? എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റുമായി അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് is the instrument helpful to our institutions അല്ലെ. ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചത് കൊണ്ട് നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു ഹോസ്പിറ്റലിന് ഉപകാരപ്രദമാണോ അല്ലെ, ഹെൽപ്ഫുൾ ആണോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചത് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന് ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെ. എന്താണ്? കമ്പയറിംഗ് ദ കൊട്ടേഷൻസ് അല്ലെ. പല സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻസ് ലഭിച്ചത് അവരെന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്യുന്നു അല്ലെ, കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ടൂൾസ്. അവർക്ക് എന്താണ്? ബഡ്ജറ്റിങ്, കോസ്റ്റിംഗ് അല്ലെ. എന്താണ്? ഫണ്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ഏകദേശം അവർക്ക് എത്രയാവും അല്ലെ, എത്ര ചെലവാകും, എത്ര കോസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാണ് അല്ലെ. അവരെന്താണ്? നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വെഞ്ചേഴ്സിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നു അല്ലെ. വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? ഇൻസ്റ്റോളേഷൻ AC ഫോർ സം എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ. എങ്ങനെയാണ് എക്യുപ്മെന്റ് ഒന്നാണോ കിടക്കുന്നത്? അല്ല, എക്യുപ്മെന്റ് തന്നെയാണ്. അപ്പൊ എന്താണ്? AC ഫോർ സം equipment, space of room, protective measures like through walls, rough walls for X-ray rooms. അല്ലെ. എന്താണ്? ആ ഒരു വാങ്ങുന്ന AC ആണോ എന്താണെന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിൽ അവര് ആ ഒരു എക്യുപ്മെന്റുകൾ അവരെ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഒരു സ്പേസ് അല്ലെ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ റൂമിൽ അതിനുള്ള സ്പേസ് ഉണ്ടോ, അവരതിന് വേണ്ട പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് സ്വീകരിക്കുക, സംരക്ഷണ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ എക്സ്റേ റൂംസിന്റെ വാൾസുകൾ എങ്ങനെയാണ്? ഭിത്തികള് പരുക്കൻ ഭിത്തികളാണ് അല്ലെ, ആ റേഡിയേഷൻ അടയ്ക്കുന്നതില് എക്സ്റേ റൂമിന്റെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സുകൾ സ്വീകരിക്കുക. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. സയന്റിഫിക് അപ്രോച്ച് ടു റിസ്ട്രെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിപാലനം. മെയിൻ്റെനൻസ്
ഒരു ഉപകരണത്തിന്റെ അല്ലെ, ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ അല്ലെ, അല്ലെങ്കിൽ ഒരു മെഷീന്റെ തകർച്ച തടയുന്നതിനുള്ള ശാസ്ത്രീയ സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിന്റനൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മ എന്താണ് വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെഷീൻസിന്റെ ഒക്കെ എന്താണ് സ്പെയർ പാർട്സ് ഒക്കെ കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിട്ട് കൊടുക്കോ? അതല്ലെങ്കിൽ എന്താണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, മോട്ടറിനൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ കാറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സർവീസ് ചെയ്യും അല്ലെ, സർവീസ് ചെയ്യും, ഇടക്കിടക്ക് കൊണ്ടുപോയി സർവീസ് ചെയ്യും. എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കും അല്ലെ. അപ്പൊ എന്താണ് ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ തകർച്ച തടയുന്നതിനുള്ള ശാസ്ത്രീയ സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിന്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡിവൈഡഡ് ഇൻടു 3. നമ്മുടെ മെയിന്റനൻസിനെ നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. പ്രിവെന്റീവ് അല്ലെ, അത് ഷെഡ്യൂൾഡ്, എന്താണ് ഡൺ പീരിയോഡിക്കലി, നമ്മൾ പീരിയോഡിക് ആയിട്ട് ചെയ്യുന്നതാണ്. വൺസ് ഇൻ എ ഇയർ 2 അല്ലെ, വർഷത്തിൽ 2 തവണ ചെയ്യാം. നമുക്ക് കാറൊക്കെ സർവീസ് ചെയ്യാറില്ലേ, വർഷത്തിൽ 1 തവണ സർവീസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ് വർഷം ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് ചെയ്യുന്നതാണ് പ്രിവെന്റീവ്. നെക്സ്റ്റ് ഡിറ്റക്റ്റീവ് അല്ലെ, ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെ, നമുക്ക് കുറ്റം കണ്ടുപിടിക്കുക. ഒരു ഡിറ്റക്റ്റീവ്, നമ്മ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഡിറ്റക്റ്റീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്താണ് കുറ്റം കണ്ടുപിടിക്കുന്നത് അല്ലെ, കുറ്റം തെളിയിക്കുന്നത്. അപ്പൊ നമ്മുടെ മെഷീൻസിന്റെ കുറ്റം എന്താണ്, പ്രശ്നമാണ് അല്ലെ. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക, അതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമതയിൽ കുറവ് വരുന്നതല്ലേ ആ ഒരു മെഷീനെ സംബന്ധിച്ചും കുറ്റം എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ഫോൾട്ട് എന്ന് പറയുന്നത്. ആണോ? ആണോ? ആണല്ലേ. അപ്പൊ എന്താണ് ഡിറ്റക്റ്റീവ്, കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ എന്താണ് ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം, എന്താണ് ആ ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലംസ് അല്ലെ, ആ ഒരു പ്രശ്നം, പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 3 രീതിയിലാണ് നമ്മൾ ഒരു എക്യുപ്മെന്റിന് മെയിന്റനൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് പ്രിവെന്റീവ് ആയിട്ട് അല്ലെ, എന്താണ് വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു എക്യുപ്മെന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കണ്ടുപിടിക്കുക. മൂന്നാമത്തെ പറയുന്നത് ബ്രേക്ക് ഡൗൺ, നിന്നു പോകാണ്. The machine will break down and will not work അല്ലെ, എന്താണ് ആ ഒരു മെഷീൻ നിന്നു പോവുക, എന്നിട്ട് എന്താണ് will not work, അത് പിന്നെ പ്രവർത്തിക്കാതിരിക്കുക. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പൊ എക്സ്റേ ചെയ്യുന്ന ആ ഒരു എക്സ്റേ റൂമിന് എക്സ്റേ മെഷീൻ നിന്നുപോയി, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, പിന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റുമോ? ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ആണ് അല്ലെ, ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ടൈം പോകുന്നുണ്ട് അല്ലെ, ഒരുപാട് സമയം നമുക്ക് ചെലവായി പോകുന്നുണ്ട്. നമുക്ക് അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട് അല്ലെ, കോസ്റ്റ് ഹൈ ആണോ? അപ്പം ഇന്ന് മിസ് എടുത്ത ഭാഗം ഒന്ന് വായിക്കോ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് മിസ് നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം കേട്ടോ.
നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു അല്ലെ. എന്താണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ, ഷോർട്ടേജ് ആണെങ്കിൽ ഹോസ്പിറ്റലിനെ എന്തിലേക്കൊക്കെ നയിക്കുന്നത്, നമ്മുടെ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസിന്റെ ശരിയായ രീതിയിലുള്ള മെയിൻ്റെനൻസ് നടക്കുന്നില്ലെങ്കിൽ, അതിന്റെ ഒരു കുറവുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് എന്തിലേക്കൊക്കെ നയിക്കുന്നു. എന്താണ്, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? റേഡിയേഷൻ മെഷീൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് റിസ്കുകൾ വരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഇല്ലേ? ആ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ എന്താണ്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാം അല്ലെ. ഇപ്പൊ കാറിന് ബ്രേക്ക് ഇല്ല, നമ്മൾ കാർ ഓടിച്ചിട്ടുണ്ടോ? നമ്മുടെ കാറിന് ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് വെച്ചു, എവിടെയെങ്കിലും ചെന്നിടിക്കൂല്ലേ? അത് നിർത്താൻ പറ്റോ? കാറ് നിർത്താൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താണ്, അത് അപകടമാണോ ആ കാർ ഓടിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ കാറിൽ കയറുന്ന ആൾക്ക് അപകടമാണോ? അതേപോലെ നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ എക്യുപ്മെന്റുകൾ, നമ്മുടെ ഡയാലിസിസിൽ വർക്ക് ചെയ്യിക്കുന്ന മെഷീനറീസ്, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന മെഷീൻസ്, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ശരിയായ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസില് അപകടങ്ങൾ സംഭവിക്കോ? റിസ്കുകൾ ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാകും അല്ലെ. അപ്പൊ റിസ്ക് ടു പേഷ്യന്റ് അല്ലെ, പേഷ്യൻസിന് അപകടങ്ങൾ ഉണ്ടാകുന്നു. സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ അല്ലെ, നമുക്ക് എന്താണ്, സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഹൈജീനായിട്ട് അല്ലെ, ശുചിത്വപരമായിട്ട് പല പ്രശ്നങ്ങളും. നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, മെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റുകളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണ്ടേ? അതല്ലെങ്കിൽ അവിടെ എന്ത് വെച്ചും ഹൈജീൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, ശുചിത്വമില്ലായ്മ അല്ലെ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ എന്താണ്, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ, നമ്മുടെ പേഷ്യൻസിന്റെ സെക്യൂരിറ്റിയെയും ഹോസ്പിറ്റലിലെ ഹൈജീനിലെ ശുചിത്വത്തെയും ബാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. ഇപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ മെയിൻ്റെനൻസ് നടത്തുന്നില്ലെങ്കിൽ ആ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റോ, ഉപയോഗിക്കാൻ പറ്റോ? പിന്നെ അത് ആള് വന്ന് നന്നാക്കിയിട്ടൊക്കെ വേണം അല്ലെ യൂസ് ചെയ്യാനായിട്ട്. ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ്, ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. കൂടാതെ റവന്യൂ ഓയിങ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോസർ ഓഫ് ഏരിയാസ് ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ അല്ലെ. എന്താണ്, നമുക്ക് അതിൽ നിന്ന് വരുമാനം കുറയുന്നുണ്ടോ? ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കാത്തത് മൂലമുള്ള വരുമാനം കുറയുന്നുണ്ടോ? നമുക്ക് എക്സ്റേ എടുത്താൽ മാത്രല്ലേ എക്സ്റേയുടെ പൈസ കിട്ടുള്ളൂ അല്ലെ ഹോസ്പിറ്റൽ. അപ്പൊ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ്, മെയിൻ്റെനൻസ് നടത്താതെ കംപ്ലൈന്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്റേ എടുക്കാൻ പറ്റോ? അപ്പൊ നമുക്ക് റവന്യൂ കുറയാണ് അല്ലെ. റവന്യൂ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇല്ല അല്ലെ. അപ്പൊ റവന്യൂ കിട്ടുന്നതിൽ പരാജയം സംഭവിക്കുന്നു. കൂടാതെ ആ ഒരു എക്യുപ്മെന്റിനുള്ള ആ ഒരു ഏരിയാസ് നമുക്ക് അത് റിപ്പയർ ചെയ്യുന്നത് വരെ അടച്ചിടേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. ആ ഒരു എക്സ്റേ മെഷീൻ റിപ്പയർ ചെയ്ത് നന്നാക്കുന്നത് വരെ പിന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ് അല്ലെ. അതിനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ് അല്ലെ, റിപ്പയർ ചെയ്ത് തീരുന്നത് വരെ ഈ ഒരു ഏരിയ പ്രവർത്തനരഹിതമായിരിക്കും അല്ലെ. എന്താണ്, അത് റിപ്പയർ ചെയ്യുന്നത് വരെ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്തിരിക്കുന്നു അല്ലെ. നെക്സ്റ്റ്, ലോസ് ഓഫ് ഗുഡ് വിൽ ഓയിങ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. എന്താണ്, ആ ഒരു എക്യുപ്മെന്റുകളുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനമില്ലായ്മ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ ബാധിക്കുന്നുണ്ടോ? കാര്യക്ഷമതയില്ലായ്മയും നിലവാര തകർച്ചയും അല്ലെ, നമ്മുടെ എക്യുപ്മെന്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസിന്റെ കാര്യക്ഷമമില്ലായ്മയും നിലവാര തകർച്ചയും നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ അല്ലെ, ഗുഡ് വില്ലിനെ ബാധിക്കുന്നു അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ എക്സ്റേ മെഷീന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയിട്ട് നമ്മുടെ പേഷ്യന്റിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ
പൊതുജനങ്ങൾ എന്താ പറയുന്നത്, പബ്ലിക്. അവിടെ ആ ഒരു എക്സ്റേ മെഷീനിൽ നിന്ന് ആ ഒരു പേഷ്യന്റിന് അപകടം പറ്റിയില്ലേ, നമുക്ക് ഒട്ടും സുരക്ഷിതമല്ല എന്നായിരിക്കും അല്ലെ പിന്നെ മറ്റാളുകൾ പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു കാര്യക്ഷമതയില്ലായ്മയും നിലവാര തകർച്ചയും നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ ബാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് സ്പാൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ് അല്ലെ. എന്താണ്, നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ എന്താണ് ഫലപ്രദമായ ആയുസ് കുറയ്ക്കുക അല്ലെ. നമ്മൾ ശരിയായ രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുമോ? കുറച്ചാൾ കഴിയുമ്പോഴേക്കും അത് പ്രവർത്തനമില്ലായ്മയിലേക്ക് പോകും അല്ലെ. നമ്മ വീട്ടിലൊക്കെ പറയാറുണ്ട് ഓയിൽ കൊടുക്കണം അല്ലെ, പാർട്സുകൾ മാറ്റിയിടണം, അല്ലെങ്കിൽ എന്ത് വെച്ചു അത് പിന്നെ പ്രവർത്തനരഹിതമായി പോകും അല്ലെ, ആണോ? പ്രവർത്തിക്കാതെ വരും. അപ്പൊ എന്താ, വസ്തുവകകളുടെയും എന്റെ പ്രോപ്പർട്ടിയുടെയും എക്യുപ്മെന്റിന്റെയും എന്താണ് ആ ഒരു ഫലപ്രദം. ചിലപ്പോ നമുക്ക് ഒരു 10 വർഷം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ 10 വർഷം ഉപയോഗിക്കാം എന്നുള്ളത് ചിലപ്പോ അതൊരു 5 വർഷം കഴിയുമ്പോഴത്തേനും അത് കംപ്ലൈന്റ് ആയി പോവും. അപ്പൊ ആ ഒരു ആയുസ് കുറയ്ക്കുന്നു. ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.